ഗായ്സ്, വെൽക്കം ബാക്ക് ടു KLT UK യൂട്യൂബ് ചാനൽ. എല്ലാവരും ഒക്കെ എന്തോ പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര പോവാണ്. ഞങ്ങൾ പോകുന്നത് UK തന്നെയുള്ള ഒരു ഐലൻഡിലോട്ടാണ്. ഐൽ ഓഫ് വൈറ്റ് എന്നാണ് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് നമ്മൾ ഫെറി എടുത്ത് വേണം ഐൽ ഓഫ് വൈറ്റിലേക്ക് എത്താൻ. അപ്പോൾ നമുക്ക് ഫെറി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ആംപ്ടൺ അല്ലെങ്കിൽ പോർട്സ്മൗത്ത് പോകണം. അപ്പോൾ നമ്മൾ പോകുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 4 ഫാമിലീസ് ചേർന്നാണ് പോകുന്നത്. നിങ്ങൾക്കതിൽ ഒരു ഫാമിലി അറിയാം, അരവിന്ദ്, അഞ്ജലി, ആദിക്കുട്ടൻ. അപ്പം ബാക്കിയുള്ളവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓക്കെ, അപ്പം നമ്മൾ 4 ഫാമിലീസ് കൂടിയാണ് പോകുന്നത്. ഒരു 5 hours ജേർണി ഉണ്ടായിരുന്നു. നമുക്ക് പോർട്സ്മത്തിൽ നിന്നാണ് ഫെറി കയറേണ്ടത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ അവധിയൊക്കെ ഉള്ള സമയത്ത്, ഹോളിഡേ ഉള്ള ടൈമിൽ അത് നോക്കിയാണ് നമ്മളിപ്പോൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറേ പ്ലാനിങ്ങിന് ശേഷം അവസാനം ഞങ്ങൾ തീരുമാനിച്ച സ്ഥലമാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കാറിലുള്ളത് റിനോചേട്ടനും ടിനി ചേച്ചിയും ഏതൻകുട്ടനുമാണ്. കറുകറുത്തൊരു കേളാണ്, കണ്ണാട് പാർത്താണ്, കാട്ടുപോവിൻ ഐസിൽ തേനാണ്. അപ്പോൾ നമ്മുടെ കാറിൽ ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. അരവിന്ദിൻ്റെ അഞ്ജലിയുടെയും കാറിൽ ടോണിയും കൃപയും ഉണ്ടായിരുന്നു. ടോണിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞങ്ങൾ ഈസ്റ്ററിൻ്റെ സമയത്ത് ഒരു ഇറച്ചി വാങ്ങിക്കാൻ പോയൊരു വീഡിയോ ഇട്ടായിരുന്നു, അതിൽ അവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് ഇത്രയും പേർ കൂടെ ഒരു വലിയ ലൈക്ക് ട്രാവലർ പോലെ എന്തെങ്കിലും എടുക്കണം. അപ്പോൾ അതിന് ഫെറിക്ക് പൈസ കൊടുത്തില്ല, അതുകൊണ്ട് നമ്മൾ 2 കാറിലായിട്ട് പോകാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഗായ്സ്, നിങ്ങൾ ആ കപ്പലിൻ്റെ ഷേപ്പിലെ സംഭവം കണ്ടില്ലേ? നമ്മൾ പോർട്സ്മൗത്ത് എത്തി. പോർട്സ്മൗത്ത് വാസ് സോ പ്രിറ്റി. ഭയങ്കര ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം ബീച്ച് സൈഡ് അങ്ങനത്തെ ഒരു വൈബ്. പക്ഷെ നമുക്ക് ബീച്ചൊന്നും ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പോർട്സ്മൗത്തിൽ, അതുകൊണ്ടായിരിക്കും എനിക്ക് ലൈക്ക് നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു വെറൈറ്റി തോന്നൂലേ, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫെറി എത്താറായി. ഇതാണ് നമ്മുടെ ഫെറിയിലോട്ട് പോകുന്നതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇത് ഫെറിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ്. എത്രയും നേരത്തെ ബുക്ക് ചെയ്യുന്നോ നമുക്ക് പൈസയ്ക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ആണ് ഫെറിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഞങ്ങളെടുത്തത് വൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 80 pounds ആണ് ഒരു വെഹിക്കിളിന്. ആൾക്കാർക്കല്ല, വെഹിക്കിളിനാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ എൻട്രൻസിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ആൾക്കാർ കാണും, നമ്മളെ ഡയറക്റ്റ് ചെയ്യും ഏത് ലൈനിലോട്ടാണ് പോകേണ്ടതെന്നും പറഞ്ഞിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും. അവിടെ ഒരു കിയോസ്ക് ഉണ്ട്, ഒരു എൻട്രൻസിന് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ നമ്മളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് പറയും ഏത് ഇതിലോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. കണ്ടു ഗൈസ്, കടലുണ്ടോ? ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സോ പ്രിറ്റി. അവിടെ കുറേ ഇങ്ങനെ ബീച്ച് സൈഡ് കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്, അതുപോലെ കുറേ വണ്ടികളൊക്കെ അടുക്കി ഇട്ടേക്കുന്നത്. ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ജസ്റ്റ് സോ പ്രിറ്റി. പിന്നെ നമുക്ക് ഈ ട്രിപ്പിന് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സമയത്ത് ചെറിയൊരു കാര്യം നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നൂലേ? എനിക്ക് വന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഫെറി ഇവിടെ ചുമ്മാ കാർ പാർക്ക് ചെയ്തിട്ടേക്ക്. ഇത് സത്യം പറഞ്ഞാൽ അവർ തരുന്ന ലൈനിൽ നമ്മൾ പോകണം. എന്നിട്ട് ഫെറി വന്ന് കഴിയുമ്പോഴത്തേക്കിനും അവർ നമ്മുടെ അടുത്ത് ഓക്കെ ഇനിയും പൊക്കോളാൻ പറയും. അന്നേരം പക്ഷേ അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു കുഞ്ഞൊരു കാഫേ പോലെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇതുവരെ നമ്മൾ കപ്പലിലൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ ഫെറി പോയിട്ടുണ്ട്, ക്രൂസൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാറ് കയറ്റി പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് എത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു ട്രിപ്പും ഭയങ്കര എക്സൈറ്റഡ് ആവുമല്ലോ. ഇതാണ് ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്, ഇറ്റ്സ് സോ പ്രിറ്റി. എന്ത് ഭംഗിയല്ലേ! ഒരു പക്ക സീ സൈഡ് ടൗൺ വൈബ്, പിന്നെ ആ പല പല കളറിലെ ബിൽഡിങ്, ആ കുഞ്ഞു കുഞ്ഞു ബോട്ട്, ഇതൊക്കെ എന്ത് രസമല്ലേ! ഇറ്റ്സ് സോ
പ്രിറ്റി. പിന്നെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? നിങ്ങൾക്ക് മലയാണോ ഇഷ്ടം അതോ സീ സൈഡാണോ ഇഷ്ടം? ഐ തിങ്ക് ഐ എം മോർ ഓഫ് എ സീ സൈഡ് പേഴ്സൺ. എനിക്കാണെങ്കിൽ കടൽ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ആ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെയാണ് എനിക്കിഷ്ടം. ഈ മല കയറാൻ പോകുന്നതിനെക്കാട്ടി മല ഇഷ്ടമല്ലെന്നൊന്നുമല്ല. എന്നാലും നിങ്ങൾക്കൊക്കെ ഏതാ ഇഷ്ടം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കഫേയിൽ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ കാറിൽ കയറി. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഡയറക്റ്റ് ഓക്കെ ഈ ലൈനിൽ കൂടെ പൊക്കോ, കാരണം നമ്മുടെ ഫെറി ഓൾറെഡി വന്നു. ഇനിയും നമുക്ക് ഫെറി ഒരു 1 hour റൈഡ് ഉണ്ടായിരുന്നു. 1 hour 45 to 1 hour റൈഡ് ഉണ്ട് നമുക്ക് പോർട്ട്സ്മത്തിൽ നിന്ന് ഐൽ ഓഫ് വൈറ്റിലെത്താൻ. എന്നിട്ട് നമ്മൾ ഐൽ ഓഫ് വൈറ്റിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടൽ സാൻഡ് ഡൗൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഫെറി ഇറങ്ങിയിട്ട് അവിടുന്ന് 45 minutesോളം ഡ്രൈവ് ഉണ്ട് സാൻഡ് ഡൗണിലോട്ട് എത്താൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫെറിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഫെറിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി അതിൻ്റെ അകത്ത് ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയ, പിന്നെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ബാൽക്കണി പോലെ, എനിക്കറിയില്ല അതിനെന്താ പറയുന്നതെന്ന്, അവിടെ പോയി നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ഇറ്റ് വാസ് സോ മാജിക്കൽ. നിങ്ങളപ്പോൾ കുറച്ച് നേരം ഈ മാജിക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാ. എന്തായാലും എല്ലാരും വന്നോണ്ട് നിൽക്ക്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി ഐൽ ഓഫ് വൈറ്റിലെത്തി. നല്ല രസമില്ലാന്നോ ഞാൻ പറഞ്ഞില്ലേ, ആ സൺസെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന്. ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങിയത് ഈ സൺസെറ്റ് കണ്ടിട്ടാണ്. ഇറ്റ് വാസ് സോ പ്രിറ്റി. അപ്പോൾ നമ്മൾ ഐൽ ഓഫ് വൈറ്റ് എത്തി. ഇവിടെ നിന്ന് ഇനി ഒരു 45 minutes ഡ്രൈവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് സാൻഡ് ഡൗൺ ഹോട്ടലിലോട്ട്. അപ്പോൾ നമ്മൾ ഡേ വഴി ഇതുവരെ ഹോട്ടലിലെത്തി. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, രാത്രി റൈഡ് ആയിരുന്നെങ്കിലും വലിയ ബിസി ഒന്നും അല്ല, അതുകൊണ്ട് പെട്ടെന്ന് എത്തി. അപ്പോൾ ഒരു പ്രോപ്പർ ഹോട്ടൽ ടൂറൊന്നും ചെയ്യാൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് റൂം ടൂർ നിങ്ങൾ കണ്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.